പിന്നെ കാലം എൻ്റെ മുന്നിൽ നിന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിലേ എൻ്റെ സ്നേഹം സത്യമായിരുന്നു. അന്ന് വർഷങ്ങൾക്ക് മുൻപ് നീ ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. അന്ന് നീ രണ്ട് കൈയും വെച്ച്, ഈ കയ്യിൽ സ്നേഹവും ഈ കയ്യിൽ പണവും. അതിൽ ഏതാണ് തൂക്കം? പണത്തിനാണ് തൂക്കം കൂടുതലായത്. അപ്പം നീ എന്നോട് എന്താ പറഞ്ഞ? ശരിയാവില്ല, നടക്കില്ല, പിരിയാം, രണ്ട് പേർക്കും രണ്ട് വഴിയിലോട്ട് പോവാം. ഇനി ഒരിക്കലും പിന്നെ നിൻ്റെ വീട്ടുകാർ പറയുന്നത് നീ കേൾക്കുള്ളൂ. ഒരിക്കലും നിനക്ക് ഞാൻ ശല്യമാകാൻ പാടില്ല എന്ന് പറഞ്ഞ് നീ അങ്ങ് ഗുഡ് ബൈയും പറഞ്ഞങ്ങ് പോയി. പക്ഷേ കാലം നോക്കണേ, എത്ര പെട്ടെന്നാണ് നിന്നെ ഈ കോലത്തിൽ എൻ്റെ കൺമുന്നിൽ കൊണ്ടെത്തിച്ചത്. പക്ഷെ ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണായതേ, പിന്നെ ഞാൻ കാരണമല്ല. എൻ്റെ അച്ഛനും അമ്മയും പാവങ്ങളായത് അവർ കാരണമല്ല. എന്ന് വെച്ചാൽ നിൻ്റെ വീട്ടുകാർക്ക് ചതിക്കാനും പറ്റിക്കാനും ഒക്കെ അറിയാമെന്നുള്ളൊരു കൂട്ടരാണ്. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരെയും പറ്റിച്ചും ചതിച്ചും അവർക്കറിയില്ല. അതുകൊണ്ട് പാവങ്ങൾ രണ്ടുപേരും ഒന്നുമില്ലാതെ ഈ ലോകത്തുനിന്ന് എത്രയായിപ്പോയി. പക്ഷെ നീ ഇപ്പം കിടക്കുന്നത്, ഞങ്ങളാരും വാടകയ്ക്കൊന്നും കിടത്തിട്ടില്ല. ഞങ്ങൾ കുഞ്ഞു വീടാണെങ്കിൽ, ഞങ്ങൾ കുഞ്ഞുനാളിലെ കുഞ്ഞു വീട്ടിലാണെങ്കിലും ഞങ്ങൾ ജീവിച്ചെങ്കിലും ഞങ്ങൾ വാടകയ്ക്ക് കിടന്നിട്ടുമില്ല. ഇപ്പം അങ്ങനത്തെ ഒരിത് ഞങ്ങൾക്കില്ല. നീ അന്ന് നീ ചെയ്തതിനൊക്കെ നീ അനുഭവിക്കും. നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം. ശരി, ഇനി മേലിൽ എൻ്റെ കൺമുന്നിലോട്ട് നീ വന്നു പോകരുത്. ഓക്കെ? ഇത്രയും പറയാൻ വേണ്ടിയാണ് നീ ഫോളോ ചെയ്തപ്പം ഞാൻ നിന്നെ തിരിച്ച് ഫോളോ ചെയ്തത്. ഇത് കണ്ടാൽ ഉടനെ നീ ബ്ലോക്ക് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ബൈ. നീ അന്ന് പറഞ്ഞിട്ട് പോയില്ലേ ഗുഡ് ബൈ? ഞാൻ ഇന്ന് നിന്നോട് പറയണം ഗുഡ് ബൈ.